ബെഞ്ചമിൻ നെതന്യാഹു ജീവനോടെ ഇരിക്കുന്നുണ്ടെന്ന് തെളിയിക്കാനുള്ള തത്രപ്പാടിലാണ് ഇസ്രയേൽ. നേരിട്ട് പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെടാതെ മിനിറ്റുകൾ വെച്ച് വീഡിയോകൾ പങ്കുവയ്ക്കുന്നുണ്ട്. നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോകളാണ് ഇസ്രയേൽ ഉപയോഗിക്കുന്നത്. ഇറാന്റെ വെല്ലുവിളി സ്വീകരിച്ച് ഒരിക്കൽ പോലും ലൈവിൽ പക്ഷേ നെതന്യാഹു പ്രത്യക്ഷപ്പെടുന്നില്ല. ഓരോ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഇറങ്ങുമ്പോൾ അതിനെ ഗണ്ണിക്കുന്ന ചില തെളിവുകൾ ഇസ്രയേൽ പുറത്തുവിടുന്നുണ്ട്. എന്നാൽ ഇത് ഒന്നൊന്നായി പൊളിച്ചെടുക്കുകയാണ് വിവര സാങ്കേതിക ലോകത്തെ പ്രമുഖർ. കോഫി ഷോപ്പിൽ നിന്നുള്ള വീഡിയോ AI ജനറേറ്റഡ് ആണെന്ന് ഇലോൺ മസ്കിന്റെ ഗ്രോക്ക് വിധിയെഴുതിയിരുന്നു. പിന്നാലെ പുതിയ വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. ഇസ്രയേലിലെ ജെറുസലേമിൽ ജനങ്ങളുമായി ഇടപഴകുന്നതും അവർക്കൊപ്പം ഫോട്ടോ എടുക്കുന്നതുമാണ് പുതിയ വീഡിയോയിലുള്ളത്. ഇറാനുമായുള്ള യുദ്ധം രൂക്ഷമാകുന്നതിനിടയിലാണ് പുതിയ വീഡിയോ എത്തിയത്. ഈ വീഡിയോ AI നിർമ്മിതമല്ല, എന്നാൽ ഇത് മാസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോയാണെന്ന സത്യമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നെതന്യാഹുവിന്റെ പത്രസമ്മേളനത്തിന്റെ വീഡിയോ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടുവെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചത്. വീഡിയോയിൽ നെതന്യാഹുവിന്റെ ഒരു കൈയിൽ 6 വിരലുകളുണ്ടെന്നും ഇത് AI ജനറേറ്റഡ് ആണെന്നുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. ഇതിനു പിന്നാലെ താൻ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞുള്ള കോഫി ഷോപ്പിൽ നിന്നുള്ള നെതന്യാഹുവിന്റെ വീഡിയോ പുറത്തുവന്നു. എന്നാൽ ഈ വീഡിയോയും ഡീപ്പ് ഫേക്ക് ആണെന്നായിരുന്നു ക്രോക്കിന്റെ വിധി. ഇതിനുശേഷമാണ് മറ്റൊരു വീഡിയോ പുറത്തുവിട്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ഇസ്രയേലിൽ നിന്നുണ്ടായിരിക്കുന്നത്. നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ഇറാനും പ്രതികരിച്ചിരുന്നു. കുട്ടികളെ കൊല ചെയ്യുന്ന കുറ്റവാളി ജീവനോടെയുണ്ടെങ്കിൽ പിന്തുടർന്ന് കൊലപ്പെടുത്തുമെന്നായിരുന്നു ഇറാന്റെ പ്രഖ്യാപനം. ഈ വീഡിയോ സത്യമല്ലെന്നും പഴയ വീഡിയോ പൊടിതട്ടി എടുത്തിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവായ മുജ്തബ ജീവിച്ചിരിപ്പുണ്ടെന്ന വാർത്ത ഇസ്രയേലിനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ കടുത്ത വ്യോമാക്രമണത്തിൽ നിന്ന് മുജ്തബ ഖമേനിയുടെ രക്ഷപ്പെടൽ തലനാരിഴയ്ക്കെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മുജ്തബയുടെ പിതാവും മുൻ പരമോന്നത നേതാവുമായ ആയത്തുള്ള അലി ഖമേനിയും മറ്റു കുടുംബാംഗങ്ങളും ഉദ്യോഗസ്ഥരുമടക്കം ക്രൂരമായി കൊല്ലപ്പെട്ട ആക്രമണത്തിൽ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് മുജ്തബയുടെ മരണം ഒഴിവായത്. സ്ഫോടനത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് അദ്ദേഹം ജോലി സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായതെന്ന് ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനിയൻ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഓഡിയോ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് എന്നാണ് അവകാശപ്പെടുന്നത്. മുജ്തബ മുറ്റത്തേക്ക് പോയി അപകടം കഴിഞ്ഞ ശേഷം മാത്രം തിരികെ വരണമെന്നായിരുന്നു ദൈവഹിതമെന്നും ഓഡിയോയിൽ പറയുന്നതായാണ് വിവരം. ഇറാന്റെ സൈനിക മേധാവിയെ കുറച്ച് കിലോ മാംസം മാത്രമാക്കി മാറ്റുകയും അയത്തുള്ള അലി ഖമേനിയുടെ മരുമകന്റെ തല 2ആയി പിളരുകയും ചെയ്തതായി പറയുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ മുൻ പരമോന്നത നേതാവിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ നിരവധി അംഗങ്ങളെയും ഇറാന്റെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ മറ്റു മുതിർന്ന വ്യക്തികളെയും കൊലപ്പെടുത്തിയ ആക്രമണമായിരുന്നു ഫെബ്രുവരി 28-ന് നടന്നത്. വാർത്തകൾക്ക് ആധാരമായി റെക്കോർഡിംഗ് അലി ഖമേനിയുടെ ഓഫീസിലെ പ്രോട്ടോകോൾ മേധാവി മസാഹർ ഹൊസൈനിയുടേതെന്ന് സൂചനയുണ്ട്. സൈനിക മേധാവി മുഹമ്മദ് ഷിറാസിന്റെ ശരീരം അദ്ദേഹത്തെ തിരിച്ചറിയാൻ ഏതാനും കിലോ മാംസം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂവെന്നും ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. മിസ്ബയെ അടിയേറ്റ് തല 2ആയി പിളർന്ന നിലയിൽ കണ്ടെത്തിയിരുന്നുവെന്നും ഖമേനി കുടുംബത്തിലെ നിരവധി അംഗങ്ങളുമായി ബന്ധപ്പെട്ട വീടുകൾ ഉൾപ്പെടെ ഓഫീസ് സമുച്ചയത്തിന്റെ നിരവധി ഭാഗങ്ങൾ ഒരേ സമയം ആക്രമണങ്ങൾ ഉണ്ടായതായും ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 56-കാരനായ മുജ്തബ ഖമേനി ആക്രമണത്തിന് നിമിഷങ്ങൾക്ക് മുമ്പ് മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചിരുന്നുവെന്നും കെട്ടിടത്തിന് നേരെ ആക്രമണം നടക്കുമ്പോൾ മുകളിലേക്ക് മടങ്ങുകയായിരുന്നുവെന്നും ഹൊസൈനി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ കാലിന് മാത്രമേ ചെറിയ പരിക്ക് സംഭവിച്ചിട്ടുള്ളൂ എന്ന് റിപ്പോർട്ടുകളുണ്ട്. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സഹറ ഹദാദ് അതേലും മകനും തൽക്ഷണം മരിക്കുകയും ചെയ്തിട്ടുണ്ട്. יצאתם להתעורר קצת? יפה מאוד. תראה, על ירושלים יש משהו יותר יפה מזה? אין על ירושלים, אין, נהדר. הוא השתגע מזה. תשמע, אני זוכר את זה. אתה זוכר? קוראים לו גיא.